പരിശുദ്ധ റമദാനിൻ്റെ മൂന്നിലൊരു ഭാഗം നമ്മെ കടന്നുപോയി. ഇത്രയും ദിവസങ്ങളിൽ എന്തുമാത്രം ഓരോരുത്തർക്കും നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് നാം ഓരോരുത്തരും വിലയിരുത്തുന്നു. നമസ്കാരമാണെങ്കിലും ഖുർആൻ പാരായണമാണെങ്കിലും ദാനധർമ്മങ്ങളാണെങ്കിലും മറ്റ് സൽക്കർമ്മങ്ങളും എല്ലാമായി കുറേ റമദാനിൻ്റെ മുമ്പുള്ള ദിവസത്തിൽ നിന്ന് വ്യത്യസ്തമായി നമുക്കൊക്കെ ഒരുപാട് നേടാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ കുറേ അവസരങ്ങൾ നമ്മളൊക്കെ പാഴാക്കിയിട്ടുമുണ്ട്. അതുകൊണ്ട് കൂടുതൽ ജാഗ്രതയോടുകൂടി ഇനിയുള്ള ദിവസങ്ങൾ വളരെ ശ്രദ്ധയോടെ കഴിച്ചുകൂട്ടാൻ വേണ്ടി നമ്മൾ പരമാവധി പരിശ്രമിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയതുപോലെ ഈ പരിശുദ്ധ റമദാൻ കഴിഞ്ഞു പോകുമ്പോഴേക്ക് നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിലെ പാപങ്ങൾ ഓരോന്നും ഇല്ലാതെയായി വിശുദ്ധരായി മാറാൻ നമുക്ക് സാധിക്കണം. അതിന് സാധിക്കാത്തൊരാൾ മഹാകഷ്ടം തന്നെ അവൻ്റെ കാര്യം എന്ന് റസൂലുള്ള പറഞ്ഞവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഒന്നും ഉൾപ്പെടുത്താതിരിക്കുമാറാകട്ടെ. ഇന്ന് സക്കാത്തുമായി ബന്ധപ്പെട്ട കാര്യമാണ് ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഇതിനെപ്പറ്റി ധാരാളം നമ്മൾ കേൾക്കുന്നതാണ്, കേട്ടതുമാണ്. അതിനെപ്പറ്റി കുറേയൊക്കെ അവബോധമുള്ള ആളുകളുമാണ് നമ്മൾ. നമ്മുടെ മഹല്ല് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ സക്കാത്ത് പിരിച്ചെടുക്കേണ്ടതില്ലാത്ത വിധം നമ്മുടെ മഹല്ലിലുള്ള ആളുകൾ സ്വയം അതിനെ സംബന്ധിച്ച് ബോധവാന്മാരായിക്കൊണ്ട് തങ്ങളുടെ സക്കാത്ത് കണക്ക് കൂട്ടി അതിവിടെ ഓഫീസിൽ ഏൽപ്പിച്ച് അങ്ങനെ ഒരു വർഷത്തിൽ ഒരു 40-50 ലക്ഷങ്ങൾക്കിടയിൽ നമുക്ക് സക്കാത്ത് നൽകുന്ന ഒരു മഹല്ലാണ്. അതിനെപ്പറ്റി അത്ര ബോധമുണ്ട്. എന്നാലും ഇത്തരം സംഗതികൾ നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതുണ്ട് എന്ന് മാത്രമല്ല, ഇതിലൊന്നും ഭാഗവാക്കാകാതിരിക്കുന്ന ധാരാളം ആളുകൾ, ഇത് ബോധപൂർവം ഇതൊന്നും ശ്രദ്ധിക്കാതെ പോകുന്ന ആളുകളും ഉണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ വിശുദ്ധ ഖുർആൻ ഉണർത്തിയ ഈ കാര്യം നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഖുദ്മിൻ അംവാലിഹിം സദഖത്തൻ, എന്താപ്പോ സക്കാത്ത് നൽകുന്നത് കൊണ്ട് കിട്ടാൻ പോകുന്ന നേട്ടം. അത് പരലോകത്ത് ഒരുപാട് നേട്ടങ്ങളെ പറ്റി പറയുന്നുണ്ട്. അത് മാത്രമല്ല, അതോടൊപ്പം തുതഹിറുഹും വ തുസക്കീഹിം എന്നാണ് റസൂലുള്ളാഹി വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അവരെ ശുദ്ധീകരിക്കും, അവരെ മലിനമുക്തമാക്കും. ഈ മാലിന്യമുക്തമാക്കി നമ്മളെയൊക്കെ മാറ്റാൻ പര്യാപ്തമായതാണ് സക്കാത്ത് നൽകുക എന്ന് പറയുന്നത്. ആ വാക്കിന്റെ പദത്തിന്റെ അർത്ഥം തന്നെ ശുദ്ധീകരണം എന്നാണ്. അത് എല്ലാ തലങ്ങളിലുമുള്ള ശുദ്ധീകരണമാണ്. നമ്മുടെ സമ്പത്തിനെ ശുദ്ധീകരിക്കും, നമ്മുടെ സക്കാത്ത് നൽകുന്നവന്റെ മനസ്സിനെ ശുദ്ധീകരിക്കും, അതുപോലെ സക്കാത്ത് ലഭിക്കുന്ന ആളുകളുടെയും മനസ്സിനെ ശുദ്ധീകരിക്കും. ധനികരോടും പണമുള്ളവരോടും മനസ്സിലുണ്ടാകുന്ന ഒരു തരം ഒരു അസ്വസ്ഥതയും വിദ്വേഷവും അസൂയയും അതിൽ നിന്നൊക്കെ മനുഷ്യന്റെ ദരിദ്രരുടെ മനസ്സിന് മോചനം കിട്ടാൻ അവൻ സക്കാത്ത് ലഭിക്കുന്ന ഒരു മഹല്ലിലാകുമ്പോൾ അതിന് കുറേ മാറ്റങ്ങൾ ഉണ്ടാകും. അപ്പം എല്ലാ അർത്ഥത്തിലും അതൊരു ശുദ്ധീകരണമാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ കൂടെ പ്രത്യേകം ഉണർത്തുന്നുണ്ട്. അപ്പൊ സ്വല്ലി അലൈഹിം ഇന്ന സ്വലാത്തക സകനുൻ ലഹും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, സക്കാത്ത് നൽകുന്നവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം, നിന്റെ പ്രാർത്ഥന കൊണ്ട് അവർക്ക് വലിയ സമാധാനം കിട്ടും എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉണർത്തുന്നുണ്ട്. അപ്പൊ സക്കാത്ത് സ്വീകരിക്കുന്നവർ അത് അവർക്കൊരു നൽകുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥനയോടെ സ്വീകരിക്കേണ്ട ഒരു ധർമ്മമാണ് സക്കാത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ സക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ഇപ്പം ഉണ്ടാകുന്ന പ്രശ്നം, അതിൽ പ്രധാനമായിട്ട് ഖുർആൻ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ 2 ദുഷിച്ച ഗുണങ്ങൾ സക്കാത്ത് നൽകാത്തവരുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഖുർആൻ പറയുന്നുണ്ട്. ഒന്ന് പിശുക്കും പലിശയും, രണ്ടാമത്തെ പലിശ. പിശുക്കന്മാരായിരിക്കും സക്കാത്ത് കൊടുക്കാൻ മടിയുള്ള ആളുകൾ. ഒരു പൊതുവിൽ മനസ്സിൽ പിശുക്കായിരിക്കും എന്ന് സൂചിപ്പിക്കുന്നുണ്ട് ഖുർആൻ. അതുപോലെ അവര് പലിശ ഇടപാടുകാരുമായിരിക്കും. പലിശയെ പറ്റി വളരെ അധികം അതിന്റെ ഗൗരവം ഉൾക്കൊള്ളാത്തവരായിരിക്കും. കാരണം വിശുദ്ധ ഖുർആൻ സക്കാത്ത് നൽകാത്ത ആളുകളെ പറ്റി പറഞ്ഞത് അല്ലദീന യക്നിസൂന ദഹബ വൽ ഫിദ്ദത
വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹി ഫബശ്ശിർഹും ബിഅദാബിൻ അലീം. സ്വർണവും വെള്ളിയുമൊക്കെ സകാത്ത് നൽകാതെ കൂട്ടിവെക്കുന്ന ആളുകൾ, സ്വർണം വെള്ളി എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ പണം, മനുഷ്യന്റെ പണം, അതുപോലെ സ്വർണം വെള്ളി പോലെ ആഭരണങ്ങളും എന്ത് തന്നെ ആയാലും അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാതെ സകാത്ത് നൽകാതെ അത് കൂട്ടിവെക്കുന്ന ആളുകൾക്ക് ബശ്ശിർഹും ബിഅദാബിൻ അലീം, വേദനയുറ്റ ശിക്ഷ അവർക്ക് ഉണ്ട് എന്ന് നീ അവരെ ഉണർത്തണം. യൗമ യുഹ്മാ അലൈഹിം ഫീ നാരി ജഹന്നമ. ഈ സ്വർണവും വെള്ളിയുമൊക്കെ, ഈ ലോഹങ്ങളൊക്കെ നരകത്തിൽ വെച്ച് ചുട്ടുപഴിപ്പിക്കപ്പെടും. ഫതുഖ്വാ ബിഹാ ജിബാഹുഹും വജുനൂബുഹും, അവരുടെ പാർശ്വങ്ങളും അവരുടെ നെറ്റിത്തടങ്ങുമെല്ലാം, വദുഹൂറുഹും അവരുടെ പിൻഭാഗവുമെല്ലാം അതുകൊണ്ട് ചൂട് പിടിപ്പിക്കപ്പെടും. ഹാദാ മാ കനസ്തും ലിഅൻഫുസികും, അവരോട് ഇങ്ങനെ അത് ചൂട് പിടിപ്പിക്കപ്പെടുന്ന സന്ദർഭത്തിൽ അവരോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഇതാണ് നിങ്ങൾ സക്കാത്ത് കൊടുക്കാതെ വെറുതെ സൂക്ഷിച്ചു വെച്ച സ്വത്താണ് ഈ കാണുന്നത്, അതുകൊണ്ട് ഫദൂഖൂ മാ കുൻതും തക്നിസൂൻ, നിങ്ങൾ സംഭരിച്ചു വെച്ചതിന്റെ ഫലം അത് നിങ്ങൾ അനുഭവിക്കുക എന്ന് പറയും. അപ്പോൾ സക്കാത്ത് നൽകാത്തവന് പരലോകത്തുണ്ടാകുന്ന ശിക്ഷ വിശുദ്ധ ഖുർആൻ ഈ രീതിയിൽ നമ്മെ ഉണർത്തുന്നുണ്ട്. എന്നാൽ ഇതേ രീതിയിൽ തന്നെയാണ് പിശുക്കനെ പറ്റിയും വിശുദ്ധ ഖുർആൻ പറയുന്നത്. അല്ലദീന യബ്ഖലൂന വയഅ്മുറൂന അന്നാസ ബിൽ ബുഖ്ലി വലാ യഹ്സബന്ന അല്ലദീന യബ്ഖലൂന ബിമാ അതാഹു. അല്ലാഹു നൽകിയതിൽ പിശുക്ക് കാണിക്കുന്ന ആളുകൾ, ബിമാ അതാഹുമുല്ലാഹു മിൻ ഫദ്ലി, അല്ലാഹു തന്റെ അനുഗ്രഹത്തിന് ആരുടെ കയ്യിൽ എന്തുണ്ടെങ്കിലും അതൊക്കെ അല്ലാഹു നൽകിയതാണെന്നുള്ളൊരു ബോധം അവനുണ്ടാകണം. ഈ അല്ലാഹു നൽകിയതിനെ സംബന്ധിച്ച് ഒരാൾ ബോധമില്ലാതെ പിശുക്കു കാണിച്ച് ജീവിക്കുകയാണെങ്കിൽ അവൻ വിചാരിക്കുന്നത് ഹുവ ഖൈറൻ ലഹു, ഓ ഇതെനിക്ക് നന്നാവുന്ന, ആ പണം എനിക്ക് ഉപകാരപ്പെടും എന്നാണ് വിചാരിക്കുന്നത്. ബൽ ഹുവ ശർറുൻ ലഹു, യഥാർത്ഥത്തിൽ അത് അവന് വലിയ നാശമാണ് ഉണ്ടാകാൻ പോകുന്നത്. സയുതവ്വഖൂന മാ ബഖിലൂ ബിഹി യൗമൽ ഖിയാമത്തി, അവര് പിശുക്കി ഉണ്ടാക്കിയതൊക്കെ ഖിയാമത്ത് നാളിൽ അവരുടെ മേൽ ചുട്ടുപഴിപ്പിക്കപ്പെടും എന്നാണ് പറഞ്ഞത്. അപ്പോ സകാത്ത് നൽകാത്ത സമ്പത്ത് ചുട്ടുപഴിപ്പിക്കപ്പെട്ടുകൊണ്ട് മനുഷ്യൻ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞതുപോലെ തന്നെ പിശുക്കി ഉണ്ടാക്കിയത്, അഥവാ സകാത്ത് നൽകാത്തത് കൊണ്ടാണ് ഇങ്ങനെ പിശുക്കി ഉണ്ടാക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുള്ളൊരു ഇത് തമ്മിലുള്ള ഒരു ബന്ധം, പിശുക്ക് സകാത്ത് നൽകാത്ത ആളുകൾ ആപേക്ഷികമായി അവർക്ക് പിശുക്കായിരിക്കും, മറ്റുള്ളവർക്ക് നൽകുന്നതിൽ അവർ വളരെ മടിയുള്ളവരായിരിക്കും. എന്നാൽ അതിന്റെ ഓപ്പോസിറ്റ് ഒരു വശമുണ്ട്, സകാത്ത് നൽകുന്ന ആളുകളുടെ മനസ്സിനൊരു തുറസ്സുണ്ടാവും, അവർക്ക് മറ്റുള്ളവർക്ക് നൽകാൻ ഒരു സന്തോഷമുണ്ടാവും. അപ്പൊ പണം കയ്യിൽ പണം ഉണ്ടെങ്കിൽ അതിങ്ങനെ ഓരോരുത്തരും ഒന്ന് ആവശ്യങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കുമ്പോൾ അതിനിങ്ങനെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത ഹരമുള്ള, അതല്ലെങ്കിൽ ഒരു ആസ്വാദ്യതയുള്ള ഒരു കാര്യമാണ്. വാസ്തവത്തിൽ സകാത്ത് നൽകണവന്റെ മനസ്സിന് അതായിരിക്കും. എല്ലാവർക്കും മനസ്സൊന്നാണല്ലോ. അപ്പൊ മനസ്സിൽ ഒരു പിശുക്കനാണെങ്കിൽ ഒരു മനുഷ്യൻ ഒരാവശ്യം പറഞ്ഞ് മുന്നിൽ വരുമ്പോ അവനത് നൽകാൻ കയ്യിലുണ്ടെങ്കിൽ തന്നെ അവന് സാധിക്കൂല, അവനൊരു പ്രയാസമായിരിക്കും. എന്നാൽ ഉണ്ടെങ്കിൽ ഇതിങ്ങനെ കൊടുക്കുന്നത് അതൊരു സന്തോഷവും അതിലൊരു ആഹ്ലാദവും അതിലൊരു സമാധാനം കണ്ടെത്തുന്ന ആളുകളായിരിക്കും വാസ്തവത്തിൽ ഈ സകാത്ത് നൽകുന്ന ആളുകൾക്ക്. അവരുടെ മനസ്സിന് അങ്ങനെ ഒരു തരത്തിലൊരു വിശാലത ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഈ സകാത്ത് നൽകുന്ന വലിയ വലിയ പണക്കാരൊക്കെ ഉണ്ട്, വലിയ പണക്കാരുണ്ട്, വലിയ ധാരാളം സകാത്തുണ്ട്. അവരുടെ അടുത്തിലേക്ക് നമുക്ക് വീണ്ടും നമുക്ക് ചെന്ന് ചോദിക്കണേന് പ്രശ്നമില്ല. അപ്പൊ സാധാരണ നമുക്ക് ഒരാള് എന്നോട് ഒന്നും ചോദിക്കരുത്, അല്ലെങ്കിൽ ആളുകളുടെ പിരിവിൽ നിന്നൊക്കെ രക്ഷപ്പെടണം എന്ന് വിചാരിക്കണമെങ്കിൽ ഒരൊറ്റ പണി നമുക്ക് ചെയ്യാനുള്ളൂ. എന്ത് ചെയ്താൽ മതി? ഒരു 2 പ്രാവശ്യം 2 ആൾക്കാർ വരുമ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞ് മടക്കിയാൽ മതി. എന്നാൽ അത് അതോടുകൂടി അങ്ങോട്ട് സ്പ്രെഡാവും. അവിടെ പോയിട്ട് കാര്യമില്ല, അപ്പൊ പിന്നെ ആരും വരാതെയാവും. എന്നാലോ നമ്മൾ ഉള്ളതിനനുസരിച്ച് ആളുകൾക്ക് ഇങ്ങനെ നൽകിയാൽ വീണ്ടും ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോ നമുക്ക് മനസ്സിൽ അതൊരു പ്രയാസാവൂലേ എന്നായിരിക്കും ബാക്കിയുള്ള ഈ കൊടുക്കാത്ത ആളുകൾ പിശുക്കന്മാർക്ക് തോന്നും, എന്താ പിന്നെയും ഇങ്ങനെ ചോദിച്ചുകൊണ്ട് വരുന്നേ ഈ ആളുകൾ എന്ന് പിശുക്കന്മാർക്ക് തോന്നുമെങ്കിലും നേരെ മറിച്ച് സകാത്ത് നൽകുന്ന പിശുക്കില്ലാത്ത ആളുകൾക്ക് അതൊരു സന്തോഷമായി. ഉണ്ടെങ്കിൽ ഉള്ളതിനനുസരിച്ച് കൊടുക്കുക, ആളുകൾക്ക്
വരുമ്പോൾ തന്നെ ആളുകളെ സന്തോഷിപ്പിച്ച് കൊടുക്കുമ്പോൾ അതിനെ ഒരു വളരെ പ്രയാസത്തോടു കൂടി ഇടങ്ങേറായി കൊടുക്കുന്ന രീതിയൊന്നും ഉണ്ടാവില്ല. വളരെ സന്തോഷത്തോടു കൂടി മനസ്സംതൃപ്തിയോടുകൂടി അയാളൊരിക്കലും പോയി പിരിവ് വാങ്ങാൻ തന്നെ ഒരു സുഖമാണെന്ന് പിരിവാർക്ക് തോന്നുന്ന രീതിയായിരിക്കും. അങ്ങനെയാണ് ഈ പിശുക്കും സക്കാത്തും ആ രീതിയിൽ അഭേദ്യം ഇങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. പിന്നെ പിശുക്കന്മാരുടെ സ്വഭാവം വിശുദ്ധ ഖുർആൻ പറഞ്ഞ അല്ലദീന യബ്ഖലൂന വയഅ്മുറൂന അന്നാസ ബിൽ ബുഖ്ലി വയക്തുമൂന മാ അതാഹുല്ലാഹു മിൻ ഫദ്ലി. ഈ പിശുക്കന്മാർക്കുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വയഅ്മുറൂന അന്നാസ ബിൽ, അവർ പിശുക്കാട്ടി പിശുക്കാന്ന് മാത്രമല്ല ബാക്കിയുള്ളവരും പിശുക്കാനായിരിക്കും അവർ പ്രേരിപ്പിക്കണം. ബാക്കിയുള്ളവർ കൊടുക്കുന്നതിനും അവർക്കൊരു അതിന് തടയിടാനും അതിനൊരു അനിഷ്ടവും എന്തിനാ പത് എന്നുള്ള രീതിയിലും ആയിരിക്കും അവർ ചെയ്യുക. മാത്രമല്ല അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളൊക്കെ അവരിങ്ങനെ മറച്ചു വെച്ചുകൊണ്ടിരിക്കും. എത്ര പടച്ചോ നൽകിയാലും അവന്റെ അടുക്കൽ ചെന്നെത്തിയാൽ നമുക്ക് തോന്നും 5 പൈസക്ക് വകയില്ല. അയാളുടെ പട്ടിണി പായലും പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെ എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞ് ഒരാൾ വരുമ്പോ അയാളുടെ മുമ്പിൽ തന്റെ എല്ലാ ബുദ്ധിമുട്ടും എടുത്തു വെച്ചിട്ട് ഈ വന്ന ആൾക്ക് തോന്നും വരണ്ടില്ലായിരുന്നു, അയാൾക്ക് വല്ലതും അങ്ങോട്ട് കൊടുക്കായിരുന്നു എന്നൊക്കെ തോന്നുന്ന രീതിയായിരിക്കും. ഇതൊക്കെ വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. അതാണ് അള്ളാഹു നൽകിയ ഫദ്ൽ, അനുഗ്രഹം ഉണ്ടല്ലോ. അള്ളാഹ് നൽകിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് പണം തന്നെയാണ്. പടച്ചോൻ നൽകിയ സാമ്പത്തികമായ കഴിവ് അത് പടച്ചോൻ നൽകിയത് തന്നെയാണ്. ഏത് പണക്കാരും ഇത് അഹങ്കരിക്കാറൊന്നുമില്ല. അവർക്കൊക്കെ അത് പടച്ചോൻ നൽകിയാണ്, അവരുടെ മാത്രം കഴിവുകൊണ്ട് കിട്ടിയതാണെന്ന് ആരും വിചാരിക്കാൻ പാടില്ല. കാരണം ഒരു കച്ചവടക്കാരൻ 10 കച്ചവടക്കാരൻ കച്ചവടം ചെയ്താല് അത് ഒരേ രീതിയിൽ ഒരേ തന്ത്രങ്ങളും ഒരേ രീതിയിൽ കച്ചവടം ചെയ്താലും അത് 2-3 ആളുകൾ വളരെ ഉഷാറായി പോകും. അത് അള്ളാന്റെ ഒരു തൗഫീഖാണ്, പടച്ചോൻ നൽകുന്ന ഒരു കാര്യമാണ്. ആ ഒരു ബോധം എപ്പോഴും അവന്റെ കയ്യിലുണ്ടാവും. അതുകൊണ്ട് തന്നെ അള്ളാഹ് നൽകിയ ഫദ്ലിൽ അവരൊരിക്കലും മറച്ചു വെക്കൂല. ഉള്ളത് ഒക്കെ ഇല്ല 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 തന്നെ എപ്പോഴും ഇല്ലായ്മയും വല്ലായ്മയും പറഞ്ഞുകൊണ്ടിരിക്കൂല അവര്. എന്നാ പിശുക്കന്മാരാണെങ്കിൽ അവർക്ക് എപ്പോഴും ഇല്ലായ്മയും വല്ലായ്മയും പറയാനുണ്ടാവുള്ളൂ. വാഴ്ത്തതിനാലിൽ കാഫിരീന അദാബൻ മുഹീൻ, ഈ നന്ദി കെട്ട ആളുകൾക്ക് വളരെ വേദന അല്ലെങ്കിൽ നിന്ദ്യമായ ശിക്ഷയാണ് നാം ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പോ അതുകൊണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവരുണ്ടാകേണ്ടത് ഒന്ന്, വിശുദ്ധ ഖുർആൻ പറഞ്ഞ പോലെ വിജയികളാകണോ എങ്കിൽ പിശുക്കിൽ നിന്ന് രക്ഷപ്പെടണം. എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. സ്വന്തം മനസ്സിൽ അടങ്ങിയിരിക്കുന്ന ഈ പിശുക്കിനെ ആർക്കാണോ തടുത്തു നിർത്താൻ സാധിക്കുന്നത് എങ്കിൽ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവൻ വിജയിച്ചു. അപ്പോ പിശുക്ക് എന്ന് പറഞ്ഞത് വളരെ നമ്മൾ അതിലൊരുപാട് പല ദോഷഫലങ്ങളുള്ള ഒരു സംഗതിയാണ്. അതിൽ നിന്ന് മുക്തമാകാനുള്ള ഒരു പ്രധാനപ്പെട്ട വഴിയാണ് കൃത്യമായി സക്കാത്ത് കൊടുക്കുക. സക്കാത്ത് കണക്ക് നോക്കിയിട്ട് സക്കാത്ത് കൊടുത്താൽ മനസ്സിൽ പിശുക്കുണ്ടാവില്ല, മനസ്സിലൊരു പ്രയാസം ഉണ്ടാവില്ല. ഉള്ളതിനനുസരിച്ച് കൊടുക്കാൻ, ഇല്ലാത്തത് കൊടുക്കണ്ടല്ലോ, ഉള്ളതിനനുസരിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഒരു മനപ്രയാസം ഉണ്ടാവുകയില്ല. രണ്ടാമത്തെ വശം ഈ സക്കാത്തിനെയും അതുപോലെ മറ്റൊന്നിനെയും വിശുദ്ധ ഖുർആൻ താരതമ്യപ്പെടുത്തി പറയുന്നത് അത് പലിശനെയാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു യംഹഖുല്ലാഹു റിബ വയുർബി സദഖാത്ത് വല്ലാഹു ലാ യുഹിബ്ബു കുല്ല കഫാരിൻ അഥീം. സൂറത്തുൽ ബഖറയിൽ എന്താണ് യംഹഖുല്ലാഹു റിബ, പലിശയെ അല്ലാഹു തകർക്കും, പലിശയെ അല്ലാഹു തകർക്കും. വയുർബി സദഖാത്ത്, സദഖയെ അവൻ വളർത്തിക്കൊണ്ടുവരും. വല്ലാഹു ലാ യുഹിബ്ബു കുല്ല കഫാരിൻ അഥീം, നന്ദി കെട്ട കുറ്റവാളികളെ അല്ലാഹുവിന് ഒരിക്കലും ഇഷ്ടമല്ല. അപ്പൊ പലിശ വാങ്ങി പലിശ തിന്ന് പലിശക്ക് പണം കൊടുത്ത് ഏതൊക്കെ രീതി പലിശ സ്വന്തമാക്കാൻ ശ്രമിക്കണോ അത്തരം ആളുകൾക്ക് നാശം ഉണ്ടാവുള്ളൂ. അവരുടെ പണം, അവരുടെ സമ്പത്ത് അതൊക്കെ അവർക്ക് ഉപകാരപ്പെടാതെ പോകും. ഒരു സുപ്രഭാതത്തിൽ ഒരുപാട് പണം ഉണ്ട് എന്നൊക്കെ അവർക്ക് തോന്നുമെങ്കിലും ആ പണം ഉപകാരപ്പെടില്ല. അത് വേറെ ഏതെങ്കിലും ആവശ്യങ്ങൾക്ക് ഇങ്ങനെ അനാവശ്യമായി പ്രതീക്ഷിക്കാത്ത സംഗതികൾക്ക് ചെലവഴിച്ച് അതിന് ചെലവഴിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് അവർ വരിക. കാരണം അതിന് അല്ലാഹു യംഹഖു എന്നാ പറഞ്ഞത്, തകർത്ത് കളയുന്നു. അപ്പൊ പ്രത്യേകിച്ചും
ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് വളരെ കൃത്യമാണ്. മുസ്ലിമിന്, കാരണം മുസ്ലിങ്ങളോടാണ് നിങ്ങൾ പലിശ വാങ്ങരുത് എന്ന് പറയുന്നത്. ബാക്കിയുള്ളവരോട് ഇസ്ലാം പലിശ വാങ്ങരുതല്ല, പലിശന്റെ ദോഷമൊക്കെ ബാക്കിയുള്ളവരോട് പറയും. പക്ഷെ ഒരു മുസ്ലിം ആയ മനുഷ്യൻ അവൻ പലിശ ഇടപാടിൽ അകപ്പെടാൻ പാടില്ല. അതുകൊണ്ട് തന്നെ മുസ്ലിം ആയ ഒരാള് പലിശക്ക് പണം കൊടുത്തും പലിശക്ക് കടം കൊടുത്തും പലിശ സ്വീകരിച്ചും കൊടുത്തും കൊണ്ട് അങ്ങനെ കഴിഞ്ഞൊരു മുസ്ലിമാണെങ്കിൽ രക്ഷപ്പെടൂല. അവൻ ഒരിക്കലും രക്ഷപ്പെടില്ല. അത് ചെറിയ ചെറിയ പ്രശ്നത്തിനാണെങ്കിൽ പോലും കഴിച്ചിലായി പോകില്ല. കാരണം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. മുസ്ലിം അല്ലാത്ത ആളുകൾക്ക് അത് വേറെ ആണ്, അതിനെപ്പറ്റിയുള്ള നിയമങ്ങൾ അത് വേറെ രീതിയിൽ പോകും. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ തകരും, അവന്റെ സമ്പത്ത് ഇല്ലാതെയായി മാറും, മറ്റെല്ലാം അവൻ ഇല്ലാതെയായി പോകും. അതാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ പറയുന്നത്. എന്നിട്ട് പിന്നെ മറ്റൊരു സ്ഥലത്ത് ഖുർആൻ പറഞ്ഞു, പലിശക്ക് എന്തിനാ വാങ്ങണത്? പൈസ കൂടുതൽ ഉണ്ടാകാനല്ലേ. എന്നാ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, നിങ്ങൾ പലിശ മുഖേന നിങ്ങളുടെ സമ്പത്ത് വളർത്തുന്നുണ്ടോ എങ്കിൽ അത് അള്ളാന്റെ അടുക്കൽ വളരൂല. അള്ളാന്റെ അടുക്കൽ വളർന്നെങ്കിലേ നമ്മൾക്കൊക്കെ കാര്യമുള്ളൂ. അള്ളാന്റെ അടുക്കൽ സമ്പത്ത് വളരണം, അള്ളാന്റെ അടുക്കൽ ബർക്കത്തുള്ളതായി മാറണം. അപ്പോഴേ ആ സമ്പത്ത് ഉപയോഗിക്കാനും ആ സമ്പത്ത് നമ്മൾക്ക് മറ്റുള്ളതിനൊക്കെ വിനിയോഗിച്ച് ഉപകാരപ്പെടുന്നതും അപ്പോഴാണ്. അതുകൊണ്ട് എന്നാൽ നിങ്ങൾ നൽകുന്ന സക്കാത്തുണ്ടല്ലോ, തുരീദൂന വജ്ഹല്ല, അള്ളാന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങൾ നൽകുന്ന സക്കാത്തുണ്ടല്ലോ, വല്ലാഹു ഫഉലൈക ഹുമുൽ മുളീഫൂൻ, യഥാർത്ഥത്തിൽ ഇരട്ടിപ്പിക്കുന്നവരാണ്. സമ്പത്ത് ഇരട്ടിപ്പിക്കുന്നവരാണ് സക്കാത്ത് നൽകുന്നവർ എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അഥവാ സമ്പത്ത് വർദ്ധിച്ചേ വരൂ. സക്കാത്ത് കൃത്യമായി കൊടുക്കുന്ന ഒരു മനുഷ്യന്റെ സമ്പത്ത് വർദ്ധിച്ചു കൊണ്ടേയിരിക്കും എന്നാണ് ഈ സൂചന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ നഖസ മാലു മിൻ സദഖത്തിൻ, വേറൊരു റിപ്പോർട്ടിൽ മാലു മിൻ സക്കാത്തിൻ, സക്കാത്ത് കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ സദഖ കൊടുത്തിട്ടോ ഒരു മനുഷ്യനും സ്വത്തിലൊരു കുറവും വരില്ല. അത് റസൂൽ വളരെ വ്യക്തമായി പറഞ്ഞാണ്. അപ്പൊ കൊടുത്താൽ അതാണ് പോയി കിട്ടി എന്നൊരവസ്ഥ അല്ല. സക്കാത്തിനെ സംബന്ധിച്ചാണ് കൊടുത്താൽ അത് നമ്മുടെ സമ്പത്ത് വളരും എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് ഇവിടെ പറഞ്ഞു തരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സദഖയെ സംബന്ധിച്ച്, അതുപോലെ അള്ളാന്റെ മാർഗത്തിൽ പണം ചെലവഴിക്കുന്നതിനെ പറ്റി വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്, മസലുൽ ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹി കമസലി ഹബ്ബത്തിൻ അംബതത് സബ്അ സനാബില ഫീ കുല്ലി സുംബുലത്തിൻ മിഅത്ത് ഹബ്ബ. ഒരു അള്ളാന്റെ മാർഗത്തിൽ നമ്മൾ പണം ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു ധാന്യമണി 70 കതിരുകളിലൂടെയായി 700 ഇരട്ടിയായി മാറുന്നത് പോലെയാണ്. അപ്പോ എത്ര ചെറുതാണെങ്കിലും അത് 700 ഇരട്ടിയാവും എന്നും പറഞ്ഞ് നിർത്തിയില്ല. അല്ലാഹു യുദാഇഫു മയ്യശ ലിമയ്യശ, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് പിന്നെയും ഇരട്ടിയായിക്കൊണ്ട് അവന് നൽകും. അല്ലാഹു വാസിഉൻ അലീം, വിശാലനാണ് അല്ലാഹു, എല്ലാം അറിയുന്നവനാണ്. അപ്പോ നമ്മൾ ഈ പിശുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. പണം ചെലവഴിക്കണം ആവശ്യത്തിന്, നമ്മൾ ധൂർത്ത് എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. പിശുക്കുണ്ടാകാൻ പാടില്ല, പലിശ ഇടപാടുകളിലേക്ക് നീങ്ങാൻ പാടില്ല. അത് രണ്ടും സർവ്വസാധാരണമായി നിലനിൽക്കുന്ന ഒരു വിഭാഗം സക്കാത്ത് നൽകാത്തവരാണ്. സക്കാത്ത് കൃത്യമായി നൽകുന്ന ആളുകൾക്ക് ഈ രണ്ട് സംഗതികളിൽ നിന്നും ഒരു മോചനം അവർക്ക് ലഭിക്കും. അവർക്ക് പലിശന്റെ പരിപാടിയാവുമ്പോൾ അവർക്ക് അതൊരു മനസ്സിലൊരു തൃപ്തി ഉണ്ടാവും. അതുപോലെ പിശുക്ക് അവർക്ക് ഉണ്ടാവില്ല, അത് കൊടുക്കേണ്ടതാണെന്ന് തോന്നും. അതുകൊണ്ട് നമ്മളെല്ലാവരും ഈ സാമ്പത്തിക വിശുദ്ധി വളരെ കൃത്യമായി പാലിക്കേണ്ടവരാണ്. ഓരോരുത്തരും അവനവന്റെ സക്കാത്ത് കണക്കാക്കണം. ഓരോരുത്തർക്കും, നമുക്കൊക്കെ ബഹുഭൂരിപക്ഷം ആളുകൾക്കും സക്കാത്ത് നൽകാനുണ്ടാകും. സക്കാത്ത് നൽകാനുണ്ടാകുക എന്ന് പറഞ്ഞാൽ സമ്പത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി, നമ്മുടെ ബേസിക് അടിസ്ഥാന ആവശ്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഒരു വർഷം കഴിയുമ്പോൾ നമ്മളെ കയ്യിൽ ഇന്നത്തെ കണക്ക് പ്രകാരം ഒരു 45,000 രൂപ ഉണ്ടാകും എന്ന് നമ്മൾ സങ്കല്പിച്ചാൽ, നമ്മുടെ ചെലവുകൾ, നമ്മളെ കയ്യിൽ പണം ഒരു പൈസ ഉണ്ടാവില്ല, നമ്മളുള്ളതൊക്കെ ഇങ്ങനെ ചെലവഴിക്കുന്ന ആളുകളായിരിക്കും. നമ്മൾ പല സന്ദർഭത്തിലും ടൂറ് പോകലുണ്ടാവും, അതുപോലെ തന്നെ അടിച്ചു പൊളിച്ച് വേറെ പല രീതിക്കും പോകുന്നുണ്ടാവും, പല സംഗതികളിലേക്കും നമ്മൾ ചെലവഴിക്കുന്നുണ്ടാവും. അതുകൊണ്ട് പണം കയ്യിലുണ്ടാവില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ടോട്ടൽ എത്ര ഈ വർഷം, അതിനൊരു കണക്ക് വേണം. നമ്മുടെ വരുമാനത്തിനൊരു കണക്ക് നമ്മുടെ കയ്യിൽ വേണം.
ആ കഴിഞ്ഞ റമദാൻ മുതൽ ഈ റമദാൻ വരെ എൻ്റെ കയ്യിൽ എത്ര പണം വന്നു, അതിലെനിക്ക് എൻ്റെ നിർബന്ധമായ എൻ്റെ ചെലവുകൾക്ക് അതിൽ നിന്ന് എത്ര ഒഴിവാക്കാം. ഇത് രണ്ടും നമ്മളെ മനസ്സിലുണ്ടാകേണ്ടതാണ്. ഇതുണ്ടായി കഴിഞ്ഞാൽ ആ നിർബന്ധ ചെലവിന് ആവശ്യം അത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. ഈ നിർബന്ധ ചെലവുകളുണ്ട് അവനവൻ്റെ ബാധ്യതക്കനുസരിച്ച് വ്യത്യാസമായിരിക്കും, അവനവൻ്റെ സോഷ്യൽ സ്റ്റാറ്റസിനനുസരിച്ച് വ്യത്യാസമായിരിക്കും. ഇപ്പോ പിന്നെ അറബികളൊക്കെ സക്കാത്ത് ഫണ്ടിലേക്ക് അപേക്ഷ കൊടുക്കാറുള്ളത് അവർക്ക് കാറ് വാങ്ങാൻ പൈസ കിട്ടും. അപ്പൊ നമ്മളെ സക്കാത്ത് ഫണ്ടിൽ എനിക്കൊരു കാറ് വാങ്ങേണ്ടി എന്ന് പറഞ്ഞ ഒരാൾ അപേക്ഷ കൊടുക്കാൻ ഇവിടെ പറ്റൂല. അതുപോലെ അവര് വീട് AC ആക്കാനാണ്, അവര് കാർപ്പറ്റ് വിരിക്കാനാണ്, അവര് സക്കാത്ത് സഹായിക്കുന്നത് അതിനാണ്. അത് ആ നാട്ടിലെ ജീവിത നിലവാരവുമായി ബന്ധപ്പെട്ട സംഗതികൾ അങ്ങനെയാണ്. നമ്മുടെ നാട്ടിൽ അതിലേക്കൊന്നും എത്തൂല എന്നല്ല, കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ എത്തിയെന്ന് വരും. ഇപ്പൊ ഏതായാലും എത്തിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അവനവന്റെ ജീവിത നിലവാരവും അവനവന് നിർബന്ധമായി ചെലവഴിക്കേണ്ടത് എത്രയാണെന്ന് കണക്കാക്കിയിട്ട് ബാക്കി എത്രയാ വരുന്നത് അതിന്റെ 2.5% കൊടുക്കുക. വളരെ ചെറിയ സംഖ്യ ഇതുള്ളൂ, വളരെ ചെറിയ സംഖ്യ. ബാക്കി എത്രയുള്ള അതിന്റെ 2.5%, ബാക്കി 97% അവന് സ്വന്തം ചെലവഴിക്കാം. ചിലപ്പോ ഒരു 12 ലക്ഷം റുപ്യ ഒരു മാസാന്തം ഒരു കൊല്ലത്തിന് വരുമാനമുള്ള ഒരാൾക്ക് ഏറി വന്നാൽ ചിലപ്പോൾ കൊടുക്കാണ്ടാകും ഒരു 25,000 റുപ്യൊക്കെ സക്കാത്ത് കൊടുക്കാണ്ടാകും. ബാക്കി 11,75,000 റുപ്യയും അയാൾക്ക് ഹലാലായ സംഗതികളിലേക്ക് വിനിയോഗിക്കാം. പക്ഷെ നമ്മളത് ശ്രദ്ധിക്കുന്നില്ല, കണക്ക് കൂട്ടുന്നില്ല. അപ്പൊ ചെറുപ്പക്കാരായ എത്ര ആളുകൾക്ക് എന്തെല്ലാം നല്ല വരുമാനമുള്ളവരുടെ ഇടയിലുണ്ട്. ഒക്കെ സക്കാത്ത് കൊടുക്കുന്ന ശീലമുള്ള ആളുകൾ അങ്ങനെയുണ്ട്. അപ്പോ സക്കാത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പെൻഷൻ വാങ്ങുന്ന ആളുകളുണ്ട്, ശമ്പളം വാങ്ങുന്നവരുണ്ട്, അരിക്കൂട്ട് അധികവും ശമ്പളം വാങ്ങുന്നവരും പെൻഷൻ വാങ്ങുന്നവരും ധാരാളമുണ്ട്. എത്ര പെൻഷൻ കിട്ടി നമുക്കറിയാലോ, നമുക്ക് ഇത്ര ബാധ്യത ഉണ്ട് എന്നറിയാം, എത്ര ശമ്പളം കിട്ടിയെന്ന് അറിയാം, എത്ര ബാധ്യതയുണ്ട് നമുക്കറിയാം. അത് കഴിച്ച് ബാക്കിയുള്ളതിന്റെ 2.5%, ബാക്കി 97% നമുക്കത് ഉപയോഗിക്കാനുള്ളത്. അത് കൃത്യം ഈ 2.5% കൈയിട്ട് വാരുക എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റിയാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വളരെ മോശമായ കാര്യം. ഈ 2.5% എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ പാവപ്പെട്ടവരുന്നതാണ്, ഈ നാട്ടിലെ ദരിദ്രന്റെ അവകാശമാണ്. ആ അവകാശത്തിന് നമ്മൾ കൈയിട്ട് വാരാൻ പറ്റൂലല്ലോ. ആ ബോധം നമുക്ക് വേണം. ഇത്ര കഷ്ടപ്പെടുന്ന ഇപ്പോഴൊക്കെ പലതരം കഷ്ടപ്പാടുകളുണ്ട്. ആ മനുഷ്യന്റെ പൈസ എടുത്തിട്ടാണല്ലോ ഞാൻ ഇങ്ങനെ ടൂറടിച്ച് പോകുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്റെ ഫാമിലിയുമായിട്ട് പിന്നെ പല സ്ഥലങ്ങളിൽ പോയി പല രീതിയിലും ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് ആലോചിച്ചൂടെ. എന്നാൽ ഇതാണ് കൊടുത്താലോ, ഈ 2.5% കൊടുത്താൽ നമ്മുടെ കയ്യിലുള്ള പണം മുഴുവൻ വിശുദ്ധമാണ്. പിന്നെ നമുക്ക് ഹലാലായ മാർഗത്തിലേക്കൊക്കെ അത് ചെലവഴിക്കാം. അത് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിലോ കയ്യില് മുഴുവൻ പണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 12 ലക്ഷം മാസാന്തം 1 ലക്ഷം വരുമാനമുള്ള ആൾക്ക് 12 ലക്ഷം അയാൾക്ക് കൊല്ലത്തിലുണ്ടാകും. അതിന് 25,000 റുപ്യ ചിലപ്പോൾ സക്കാത്ത് കൊടുക്കാൻ ഉണ്ടാവുള്ളൂ. ആ 25,000 ഒരാൾ കൊടുക്കുന്നതോടുകൂടി 11,75,000 റുപ്യ ശുദ്ധമായ പണം അവന്റെ കയ്യിലായി. അത് ഹലാലായ ഏത് വഴിയിൽ ഓരോ ഉപയോഗിക്കാം. ഈ 25,000 കൊടുക്കാതെ അതുകൂടി അവനാ തന്നെ ഓരോ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചു കഴിഞ്ഞാലോ ഈ 12 ലക്ഷവും മലിനമായി. അതാണ് ഇതിന്റെ പ്രശ്നം. ഇവന്റെ വരുമാനം മുഴുവൻ മലിനമായി. ആ മലിനമായ പണമാണ് പിന്നെ അവൻ ഉപയോഗിച്ചത്. ഓരോ കൊല്ലം റമദാനാകുമ്പോ ഈ ഒരു ബോധം നമ്മൾ എന്തായാലും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മൾ നിൽക്കണം. നമ്മൾ കൃത്യം അതുപോലെ തന്നെയാണ് ആഭരണത്തിന്റെ സക്കാത്ത്. ആഭരണം 10 പവനിൽ കൂടുതൽ സ്ത്രീകളുടെ കയ്യിൽ പൊന്നുണ്ടോ എങ്കിൽ അവർ സക്കാത്ത് കൊടുക്കണം. ഏറ്റവും നല്ല അവനവന്റെ കയ്യിലുള്ള ആഭരണം ഒരു 10 പവനിൽ ലിമിറ്റ് ചെയ്യണം. എന്നാൽ ഒരു സക്കാത്തും കൊടുക്കേണ്ടതില്ല. അങ്ങനെ അവർക്ക് സുന്ദരമായി അത് ഉപയോഗിച്ച് അങ്ങനെ സമാധാനത്തോടു കൂടി പോവാം. 10 പവനിൽ കൂടുതലുണ്ടോ എങ്കിൽ എത്രയായാലും അതിന്റെ 2.5% മുഴുവത്തിന്റെ 2.5% അവന് സക്കാത്ത് കൊടുക്കണം. ഇങ്ങനെ ഓരോരുത്തരും അവനവന്റെ വരുമാനം തന്നെ കണക്കൂട്ടി ഇന്ന് രാത്രി തന്നെ വീട്ടിൽ ഭാര്യയും ഭർത്താവും കൂടി ഇരുന്ന് നമ്മളൊന്ന് കണക്കൂട്ടുക എന്ന് പറഞ്ഞൊന്ന് കണക്ക് കൂട്ടിയിട്ട് എന്നിട്ട് ആ 2.5% സക്കാത്ത് അത് അവിടെ നീക്കി വെച്ചിട്ട് അത് നമ്മൾ അതിന്റെ സംവിധാനത്തിലേക്ക് അത് എത്തിച്ചു കഴിഞ്ഞാൽ എന്തൊരു ഭംഗിയുണ്ട്, നമുക്കെന്തൊരു സമാധാനമുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഹലായ മാർഗത്തിൽ നമ്മുടെ പണം ചെലവഴിച്ചൂടെ. ആ രീതിയിൽ നമ്മൾ ഒരു സാമ്പത്തികമായ ഒരു അച്ചടക്കവും
സാമ്പത്തികമായ ഒരു വിശുദ്ധിയും നമ്മൾ കൈവരിക്കാൻ ശ്രദ്ധിക്കണം. അത് സക്കാത്തിലൂടെ തന്നെയാണ് നമുക്ക് സാധിക്കുക. അത് ചെയ്യാത്തവൻ എന്നും പലിശയിലും പിശുക്കിലും അകപ്പെട്ടു പോകും എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, ഈ റമദാൻ മാസം അത് വിശുദ്ധ ഖുർആനിന്റെ മാസം. അതുകൊണ്ട് ഖുർആനുമായി നമ്മുടെ ബന്ധം അത് മറ്റുള്ള സമയത്തിലുള്ളതിനേക്കാൾ ധാരാളമായി നമ്മൾ വർദ്ധിപ്പിക്കണം, തീരുമാനമെടുക്കണം. റമദാൻ കഴിയുമ്പോഴേക്ക് ഇത്ര ഞാൻ ഓതി തീർക്കണം എന്നൊക്കെ തീരുമാനമെടുക്കണം. ഇത്ര ആയത്തുകൾ ഞാൻ പഠിക്കണം, ഹിഫ്ളാക്കണം, അല്ലെങ്കിൽ അതിൻ്റെ പരിഭാഷകൾ എല്ലാം. നമ്മൾക്ക് എന്തെല്ലാം സൗകര്യം ലഭിച്ച ഒരു സൊസൈറ്റിയാണ് നമ്മുടെ മൊബൈലിൽ. ആ മൊബൈലിൽ നല്ല ശരിക്കുള്ള ഖുർആൻ പാരായണം നമുക്ക് കിട്ടും, നമുക്ക് തന്നെ ഓതാൻ സാധിക്കും. ആ രീതിയിലൊക്കെ നമ്മൾക്ക് എല്ലാ സൗകര്യവും, പരിഭാഷകൾ, എല്ലാ സൗകര്യവും നമുക്കുണ്ട്. ഇതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്താതെ അതൊന്നൊക്കെ നമ്മൾ അവഗണിച്ചു പോവുക എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരലോകത്ത് വെച്ച് പറയുന്ന ഒരു ആവലാതി അല്ലാഹുവിന്റെ മുമ്പിൽ, ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറ. അള്ളാഹുവിന്റെ മുമ്പിൽ അള്ളാഹുവിന്റെ റസൂൽ ആവലാതി പറഞ്ഞ സംഗതിയാണ്, എൻ്റെ ഈ ജനങ്ങൾ, എൻ്റെ ഈ ഉമ്മത്ത് ഈ ഖുർആനിനെ അവഗണിച്ചു കളഞ്ഞല്ലോ എന്നൊരു ആവലാതി റസൂലുള്ള. അതിൽ ആ ഇന്ന കൗമി എന്ന് പറഞ്ഞതിൽ നമ്മൾ ഉൾപ്പെടരുത്, ഞാൻ എല്ലാവരും ഉൾപ്പെടൂല എന്നൊരു ബോധം നമുക്ക് വേണം. നമ്മൾ വീട്ടിലായാലും പള്ളിയിലെത്തിയാലും എവിടുന്നായാലും കുറേ ഖുർആൻ നമ്മൾ പാരായണം ചെയ്യണം, പഠിക്കണം, വായിക്കണം, അർത്ഥം മനസ്സിലാക്കണം. അതുപോലെ തന്നെ അതിനുവേണ്ടി നമ്മുടെ സമയം അതിനുവേണ്ടി നമ്മൾ ശരിക്ക് ചെലവഴിക്കേണ്ടതുണ്ട്. അത് പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കുക. പിന്നെ മറ്റൊരു കാര്യം നമുക്ക് ഇന്ന് ഓർമ്മിപ്പിക്കാതിരിക്കാൻ വയ്യ, അത് നമ്മുടെ ബദരീങ്ങളാണിനെ പറ്റി. അത് ബുധനാഴ്ചയായിരിക്കും മിക്കവാറും. റമദാൻ 17 എന്ന് പറഞ്ഞാൽ ബുധനാഴ്ച, അന്ന് ബദരീങ്ങളാണ്. അല്ലെങ്കിൽ തന്നെ ഓരോ ദിവസം കഴിയുന്തോറും ഈ നമ്മുടെ സൊസൈറ്റി, നമ്മുടെ സാധാരണക്കാരായ ആളുകൾ ഈ അള്ളാഹുവിനെ കൈവിട്ടുകൊണ്ട് മരിച്ചുപോയ മഹാത്മാക്കളിലേക്ക് അഭയം തേടുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അതിന് അവരെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം പ്രസംഗങ്ങളും മറ്റൊക്കെ ഉണ്ട്. അള്ളാഹു വേണ്ടപ്പോൾ ആളുകൾ, അവർക്ക് വേണ്ടത് മരിച്ചുപോയ കുറേ ആളുകളാണ്. എല്ലാം അവരോട് പറഞ്ഞാൽ മതി. എന്ത് പ്രശ്നങ്ങൾ നമുക്കുണ്ടെങ്കിലും അത് അവരോടാണ് പറഞ്ഞാൽ മതി. അവർ എല്ലാം ഏത് രീതിയിൽ നമുക്ക് ശരിയാക്കി തരും. ചിലപ്പോ നമ്മൾക്ക് ഞാൻ ചില പ്രസംഗത്തിലൊക്കെ കേൾക്കുന്നുണ്ട്, എന്തെങ്കിലും ആവശ്യം പറഞ്ഞു വരികയാണെങ്കിൽ മരിച്ചുപോയ ഏതോ മഹാത്മാക്കളൊക്കെ ഇല എടുത്ത് മറിച്ച് കയ്യിൽ കൊടുക്കും, അപ്പോൾ സ്വർണ്ണമായിട്ടുണ്ടാവും. ഈ ജാതി കെട്ടുകഥകൾ, മായാവി കഥകൾ ഈ സമൂഹത്തിന് പ്രചരിപ്പിച്ചിട്ട് എന്തൊക്കെയാണ് പ്രചരിപ്പിക്കണേന്ന് യാതൊരു കയ്യും കണക്കുമില്ല. മുമ്പൊന്നും ആരും പറയാൻ ധൈര്യപ്പെടാതിരുന്ന സംഭവങ്ങൾ എല്ലാം ലോകം തന്നെ നിയന്ത്രിക്കുന്നത് ഇവിടെ മടവൂരിലൊരു മരിച്ചുപോയ മനുഷ്യനാണെന്ന് പോലും പറയുകയും അത് നിയന്ത്രിക്കണമെന്ന് പറയാൻ പറ്റൂല എന്നുള്ളൊരു തർക്കം. എന്തായാലും നിയന്ത്രിക്കുന്നത് മടവൂരിലായ തന്നെയാണ് ലോകം നിയന്ത്രിക്കുന്നത്. അദ്ദേഹം ഒന്ന് കണ്ണു ചിമ്പിയാൽ നമ്മുടെ ആകാശങ്ങളിലും അതുപോലെ കടലിലുമുള്ള നക്ഷത്ര വിമാനങ്ങളും അതുപോലെ തന്നെ കപ്പലുകളൊക്കെ കൂട്ടിമുട്ടും. അതുകൊണ്ട് സദാ ജാഗ്രതയിൽ അദ്ദേഹം നിൽക്കുകയാണ്. നമ്മളിതൊക്കെ അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയത്. അള്ളാഹിനെ സംബന്ധിച്ചാണ് ഹയ്യുൻ ഖയ്യൂം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇത് അതുപോലെ അള്ളാഹ്ക്ക് പകരം കുറേ അള്ളമാരെ ഈ പറഞ്ഞ രീതി മനുഷ്യന്മാരെ കൂട്ടത്തിൽ നിന്ന് സങ്കല്പിച്ച് അവർക്ക് വേണ്ടി അവരോട് കാര്യങ്ങൾ പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് എന്ത് സംഗതിയും കിട്ടും എന്ന് പഠിപ്പിക്കപ്പെടുന്ന ഒരു വലിയ പ്രഭാഷണ പരമ്പര. അതിന്റെ അടുത്തേക്ക് പോലും ബാക്കിയുള്ള ആളുകൾക്ക് എത്താൻ കഴിയില്ല. അതിന് 100 അങ്ങനത്തെ പ്രഭാഷണം നടത്തുമ്പോൾ ഒന്നോ രണ്ടോ ഒക്കെ അത് അങ്ങനെ ഇല്ലട്ടോ എന്ന് പറയാനുള്ള ആളുകൾക്കുള്ളൂ. അത്രമാത്രം വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അതിൽ പെട്ടത് തന്നെയാണ് ഈ മരിച്ചുപോയ ആളുകൾക്ക് നമ്മളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അടിത്തറച്ച് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. മരിച്ചുപോയ ആളുകൾക്ക് പിന്നെ ഈ ദുനിയാവിൽ
നമ്മളായിട്ട് ഒരു ബന്ധമില്ല, നമുക്കൊന്നും ചെയ്തു തരാൻ അവർക്ക് കഴിയില്ല. അത് എത്ര വലിയ മുഹമ്മദ് നബി ആണെങ്കിൽ പോലും മുഹമ്മദ് നബിക്ക് ഒന്നും നമുക്ക് ചെയ്തു തരാൻ കഴിയില്ല മരിച്ചു പോയതിനു ശേഷം. അത് ഒരു മനുഷ്യനും കഴിയില്ല. അത് ബർസഖാണ്, ഒരു മറയാണ്. മറട്ട് കഴിഞ്ഞു, ആ മറക്ക് പിന്നിലാണ് അവര്. മറക്ക് പിന്നിൽ അവർക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതൊക്കെ വിശുദ്ധ ഖുർആനും അതുപോലെ റസൂലിൽ നമുക്ക് പറഞ്ഞു തന്നിക്കണേ. ആ മറക്ക് പിന്നിൽ അവർ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്, ശിക്ഷ അനുഭവിക്കുന്നുണ്ട്, നന്മണ്ട്, ഒരുപാട് സംഗതികൾ അവിടെ നടക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും നമ്മളായിട്ട് ബന്ധമല്ല. ദുനിയാവിൽ ജീവിക്കണ ഒരു മനുഷ്യനും എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യാൻ ഈ മരിച്ചുപോയ ഒരാൾക്കും സാധ്യമല്ല. അപ്പൊ അതുകൊണ്ട് ബദരീങ്ങൾ മരിച്ചു പോയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മരിച്ചു പോയതാണ്. അവർക്ക് വേണ്ടി ഇപ്പൊ നമ്മൾ അറുത്ത് കഴിഞ്ഞാൽ അവരിത് അറിയുകയും അങ്ങനെ അവർ നമുക്ക് വേണ്ടി അള്ളാന്റെ അടുക്കൽ ശുപാർശ നടത്തുന്നതാണ് ഈ ബദരീങ്ങൾ ആണ്ട് നടത്തുന്ന സാധുക്കൾ വിചാരിക്കുന്നത്. അങ്ങനെയാണ് അവർ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ നമ്മൾ ശരിക്കും മനസ്സിലാക്കുക, മരിച്ചവർക്ക് വേണ്ടി മരിച്ച ഒരാൾക്കും, അത് എത്ര വലിയ ആളുകളാണെങ്കിലും നമുക്ക് വേണ്ടി ഒന്നും ചെയ്യാം, ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി ഒന്നും ചെയ്യാം. നേരെ മറിച്ച് ജീവിച്ചിരിക്കുന്നവർക്ക് മരിച്ചവർക്ക് വേണ്ടി ചിലതൊക്കെ ചെയ്യാൻ പറ്റും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും, അവർക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാൻ പറ്റും, അവർക്ക് വേണ്ടി ഉംറ ചെയ്യാൻ പറ്റും. അങ്ങനെ അവരുടെ കടബാധ്യതകൾ വീട്ടിയാൽ മതി, അതൊക്കെ കഴിയും. ജീവിച്ചിരിക്കുന്നവർക്ക് അങ്ങോട്ട് ചെയ്യാൻ പറ്റുന്നല്ലാതെ മരിച്ചവർക്ക് ഇങ്ങോട്ട് ഒന്നും ചെയ്യാൻ പറ്റും, യാതൊന്നും ചെയ്യാൻ പറ്റും. ഒരു തെളിവുമില്ലാത്ത സംഗതിയാണ്. അപ്പൊ അത് നമ്മൾ അടിയവരായിട്ട് മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ ബദരീങ്ങളാണ്ട് എന്നൊക്കെ പറഞ്ഞാൽ വളരെ സൂക്ഷിക്കണം, വളരെ അലംഭാവത്തോടു കൂടി നിൽക്കാൻ പറ്റൂല. രണ്ടാമത്തെ സംഗതി, ഞങ്ങൾക്കൊന്നും വിശ്വാസമില്ലെങ്കിൽ ഈ ആണ്ടർച്ചി എന്ന് പറഞ്ഞത് അതിൻ്റെ ഒരു രസം വല്ലാത്തൊരു രസമാണ് എന്ന് പറഞ്ഞാൽ ആണ്ടർച്ചി തിന്നാനും പാടില്ല. മറ്റിറച്ചി പോലെയല്ല ആണ്ടർച്ചി നമ്മൾ തിന്നാൻ പാടില്ല. അത് വിരോധിക്കപ്പെട്ട ഹറാമാക്കപ്പെട്ട മാംസങ്ങളിൽ പെട്ടതാണ്. മാതുബിഹല് കയ്യിലില്ല, അള്ളാഹു അല്ലാത്തവരെ പേരിൽ അവരെ പ്രീതിക്ക് വേണ്ടി അർത്ഥ മാംസം നിങ്ങൾ തിന്നരുതെന്ന് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളുടെ ഇടയിൽ വളരെ ഇവിടെ കുത്തുബയിൽ ഒന്നാണ് പറഞ്ഞാൽ അത് ഊക്കൾ കൂടുതലാണ് നമ്മുടെ നാട്ടിൽ. ഇതൊന്നും നമുക്ക് വിരോധമല്ല, പക്ഷേ ഉള്ളത് പറയാതിരിക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ അതിലേതായാലും ഭാഗവാക്കാകാതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കുമാറാകട്ടെ.